വെൽക്കം ബ്രോ, പാണക്കാടേക്ക് സന്ദീപ് വാര്യറിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പാണക്കാട് സാദിഖ് അലി തങ്ങളൊരു പോസ്റ്റ് ഇട്ടു. അതിൽ സന്ദീപ് വാര്യർ ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് സന്ദീപ് വാര്യറുടെ ഫേസ്ബുക്കിൽ ഇട്ടു. അതിന് താഴെ വന്നൊരു കമൻ്റാണ് എന്നെ അത്ഭുതപ്പെടുത്തിയല്ല ചിരിപ്പിച്ചത്. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയെ ഉണ്ടാകൂ സന്ദീപ് വാര്യറെ എന്ന്. അപ്പം നമുക്ക് എന്താണെന്ന് മനസ്സിലായി. പക്ഷെ അത് പ്രേക്ഷകർ ഊഹിച്ചെടുത്തോളൂ, ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷെ പറയാനുള്ളത്, സന്ദീപ് വാര്യർ ഇന്ന് പാണക്കാടെത്തി പൊക്കിൾക്കൊടി ബന്ധമാണ് പെരിന്തൽമണ്ണയുമായി തനിക്കുള്ളത് എന്നുള്ളതാണ്. എന്താണ് സന്ദീപ് വാര്യർ ഉദ്ദേശിക്കുന്നത്? സന്ദീപ് വാര്യർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും പിടുത്തം കിട്ടാത്തൊരു കാലമാണിത്. അദ്ദേഹം പാലക്കാട് ചെത്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സൈനികനായിരുന്നു എന്നുള്ളതും അമ്മ റിട്ടയർഡ് ടീച്ചറായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമാണ് പെരിന്തൽമണ്ണയ്ക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് ദൂരം മാത്രമേ പെരിന്തൽമണ്ണയ്ക്കുള്ളൂ. അദ്ദേഹം ഒരു പക്ഷേ കുറച്ച് ദൂരം എന്ന് ഞാൻ പറഞ്ഞത് എന്താണ് 2 കിലോമീറ്ററിൻ്റെ കാര്യമല്ല. കുറച്ച് നമ്മൾ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ, നമ്മൾ കൊച്ചിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനിച്ചു വളർന്ന നാടും അദ്ദേഹം പെരിന്തൽമണ്ണയും തമ്മിൽ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടെന്തോ ചിലപ്പോൾ അദ്ദേഹം അതിലൂടെ പോയ സമയത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അവിടെ ഉണ്ടായിരിക്കാം, അതുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പെരിന്തൽമണ്ണയിലൂടെ പോയിട്ട് നേരെ ചെന്ന് കയറിയത് കൊട്ടപ്പനക്കൽ തറവാട്ടിലേക്കാണ്. ഈ കൊട്ടപ്പനക്കൽ തറവാട്ടിൽ ആരാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ എന്താണ് പാണക്കാട് തങ്ങന്മാരുടെ ആസ്ഥാനമാണ്, അല്ലെങ്കിൽ തറവാടാണ് ഈ കൊട്ടപ്പനക്കൽ തറവാട് എന്ന് പറയുന്നത്. അവിടെ ചെന്ന് കയറിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്താണ് എനിക്ക് ഈ പറയുന്ന പൊക്കിൾക്കൊടി ബന്ധമുണ്ട്, അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങളുടെയും അതുപോലെ മുനവർ അലി തങ്ങളുടെയും ഒക്കെ, അതെ കുഞ്ഞാലിക്കുട്ടിയുടെയും പിന്നെ ഫിറോസിൻ്റെയും ഒക്കെ നടുക്ക് നിന്നുകൊണ്ട് വളരെ സ്നേഹാർദ്രമായ ചിരിയിൽ അവരെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇന്നലെ വരെ സന്ദീപ് വാര്യർ ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നലെ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. വി ഡി സതീശനെ അടക്കം, കുഞ്ഞാലിക്കുട്ടിയെ അടക്കം, അതുപോലെ തന്നെ കെ സുധാകരനെ അടക്കം, ഇവരുടെ കോൺഗ്രസിൻ്റെ ചരിത്രങ്ങൾ വരെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ ചരിത്രം ഒറ്റുകാരുടെ ചരിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സന്ദീപ് വാര്യരുണ്ട്. അതുപോലെ തന്നെ സതീശനെയും അതുപോലെ കോൺഗ്രസിലെ ചില ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയും ഒക്കെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ലെഫ്റ്റ് ലിബറലുകളാണ് തങ്ങൾ എന്ന് പറയുന്നത്, തങ്ങളെക്കാൾ വലിയ ഇടതുപക്ഷത്തേക്കാൾ വലിയ ഇടതുപക്ഷമാണ് കോൺഗ്രസ് എന്ന് പറയുന്നവരാണ് കോൺഗ്രസ് നേതാക്കന്മാരെന്നും അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തങ്ങൾക്ക് ഭയങ്കര വായനാശീലമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ആളുകളാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നൊരു കാലം സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് തന്നെ വളരെ കൃത്യമായി ചാട്ടിൽ പോലെ തുളച്ചു കയറുന്ന അഭിപ്രായമാണ് സന്ദീപ് വാര്യർ പല വേദികളിലും പറഞ്ഞിട്ടുള്ളത്. നമ്മളതൊക്കെ കേട്ട് കൈയടിച്ചിട്ടുള്ള ആളുകളുണ്ട്, വേദനിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ അണികൾക്ക് വേദനിക്കുമല്ലോ. ഈ സതീശൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും ഇതൊക്കെ കേട്ടിട്ട്. അത്തരം ഒരു പ്രസ്ഥാനത്തിലേക്ക് കയറി ചെന്ന് കാലങ്ങളായിട്ട് നമ്മുടെ സനാതന സംസ്കാരത്തിൽ ഊന്നി എന്താണ് ഇസ്ലാമികമായ തീവ്രവാദത്തെ, ഇസ്ലാമികമായ മതപരിവർത്തനത്തെ ഒക്കെ എതിർക്കുമ്പോഴും അവിടെ മുസ്ലിം ലീഗിനും കേരളത്തിന്റെ മതേതരത്വ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് ഒരു വലിയ പങ്കുണ്ട് എന്ന് പറയുന്ന സമയത്ത് പോലും മുസ്ലിം ലീഗും പലതരം നിലപാടുകൾ, വർഗീയ നിലപാടുകൾ മുസ്ലിം ലീഗും എടുക്കുന്നു. ഇപ്പോൾ വഖഫിന്റെ വിഷയത്തിലായാലും അതുപോലെ തന്നെ ഈ ഹമാസിന്റെ വിഷയത്തിലായാലും ഒക്കെ മുസ്ലിം ലീഗ് എടുത്ത നിലപാടുകളുണ്ട്. മുസ്ലിം ലീഗ് കോൺഗ്രസിൽ നിന്നുകൊണ്ട്, മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ട്, UDF-ൽ നിന്നുകൊണ്ട് ഹമാസ് ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്ന് പറയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശശി തരൂരിനാണ്. ആ ശശി തരൂർ അതോടുകൂടി ആ പണി നിർത്തി. ഇതുവരെ ഹമാസ് തീവ്രവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സന്ദീപ് വാര്യരോട് നാളെ ചാനൽ മൈക്ക് നീട്ടിക്കൊണ്ട് ഹമാസിന്റെ കാര്യത്തിൽ എന്താണ് അഭിപ്രായം, ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് സന്ദീപ് വാര്യർ പറയുക? ദൈവം എന്നാണ് പറയുക. കാരണം സന്ദീപ് വാര്യർക്ക് എന്തും പറയാം. സന്ദീപ് വാര്യർ ഇപ്പൊ പിന്നെ എന്താ പറയുക, സന്ദീപ് വാര്യർക്ക് പ്രസ്ഥാനമോ അല്ലെങ്കിൽ സംഘമോ അല്ല സന്ദീപ് വാര്യർക്ക് വലുത്. സന്ദീപ് വാര്യർക്ക് വലുത് സന്ദീപ് വാര്യറിന്റെ രാഷ്ട്രീയമാണ്. ഓരോ രാഷ്ട്രീയത്തിനും ഓരോ രാഷ്ട്രീയക്കാരനും പിന്നെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ എല്ലാ രാഷ്ട്രീയത്തിലും വളരെ കുറച്ച്, 1, 2, 3 നമുക്ക് വിരലിലെണ്ണാവുന്നവരെ കാണും. ബാക്കിയുള്ളവരൊക്കെ പ്രസ്ഥാനം വെച്ച് മുതലെടുക്കാനും സ്ഥാനമാനങ്ങൾ കിട്ടാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സന്ദീപ് വാര്യർ ഒരിക്കലും. എന്തുകൊണ്ട് എൻ്റെ പ്രതീക്ഷ തെറ്റിപ്പോയതായിരിക്കാം. സന്ദീപ് വാര്യർ ഒരിക്കലും BJP-യെ RSS-നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിൽക്കും. സന്ദീപ് വാര്യറിന് CPM-ൽ പോവാം,
പിന്നെ വേണമെങ്കിൽ അൻവറിൻ്റെ പാർട്ടിയിൽ വരെ സന്ദീപ് വാര്യറിന് പോകാം. അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇത്രയും നാൾ നിന്ന ഒരു പ്രസ്ഥാനത്തെ പെട്ടെന്ന് തള്ളിപ്പറയാൻ സന്ദീപ് വാര്യർ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, വഖഫിനെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നവരാണ് കോൺഗ്രസ് വോട്ട് ബാങ്കിന് വേണ്ടി. കാരണം മുസ്ലിം ലീഗും ആ മതേതര വഖഫ് സിന്ദാബാദ് എന്നായിരിക്കും ഇനി സന്ദീപ് വാര്യർ പറയാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വഖഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സന്ദീപ് വാര്യർക്ക് എന്ത് നിലപാട്, ഇനി വഖഫ് ഭേദഗതിയെ BJP കൊണ്ടുവരുമ്പോൾ അതിനെ മുന്നിൽ നിന്ന് എതിർക്കുന്ന ആളാവണ്ടേ സന്ദീപ് വാര്യർ? കാരണം സന്ദീപ് വാര്യർ എനിക്ക് തോന്നുന്നു ഇനി ഒരു മൂന്നാം പിണറായി സർക്കാർ ഇല്ല, ആ പാർട്ടി ഇല്ല. അപ്പോൾ UDF ആയിരിക്കും എല്ലായിടത്തും വരുന്നത്. അപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനം സന്ദീപ് വാര്യർ കാണുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ പൊട്ടന്മാരല്ല, വിഡ്ഢികളല്ല എന്ന് സന്ദീപ് വാര്യർ ഒരിക്കലും മറക്കാതിരിക്കുക. ഇപ്പോൾ വഖഫിന് വേണ്ടി തെരുവിലിറങ്ങുന്ന ജനങ്ങൾ നിരവധി പേരുണ്ട്. വഖഫിൻ്റെ ഈ ഒരു കിരാത നിയമവുമായി ബന്ധപ്പെട്ട് അവരോടൊക്കെ സന്ദീപ് വാര്യർ എന്താണ് പറയാനുള്ളത്? മോദിയെ വരെ മോദി എന്ന വ്യക്തി കൊണ്ടാണ് BJP പിടിച്ചു നിൽക്കുന്നത് എന്നാണ് സന്ദീപ് വാര്യർ ഇന്നലെ പറഞ്ഞത്. മോദിയെ മാറ്റി നിർത്തിയിട്ട് ഇലക്ഷൻ നടത്താൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് ജനൻ TV-യുടെ അവതാരകനോട് സന്ദീപ് വാര്യർ ക്ഷുഭിതനായി ചോദിച്ചത്. മോദി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മോദിയുടെ കഴിവാണ് എന്ന് സന്ദീപ് വാര്യർ മറക്കരുത്. RSSൽ ചായ വിറ്റ് നടന്ന, റെയിൽവേ സ്റ്റേഷനുകളിൽ ചായ വിറ്റ് നടന്ന ഒരാൾ RSSൻ്റെ അടിത്തട്ടിൽ നിന്ന് പണിയെടുത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി വരെ ആയ ഒരാൾ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നുവെങ്കിൽ അദ്ദേഹം അനുഭവിച്ച അവഗണനകളും വേദനകളും ഒക്കെ സന്ദീപ് വാര്യർ അനുഭവിക്കുന്നതിൻ്റെ 100 ഇരട്ടിയായിരിക്കും. എന്നിട്ടും പ്രസ്ഥാനത്തെ സ്നേഹിച്ച മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ആ പോസ്റ്റിലിരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന വ്യക്തിയെ കണ്ടുകൊണ്ടായിരിക്കാം തൃശ്ശൂരിൽ ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. ജയിച്ചത് എന്നല്ല ഞാൻ പറയുന്നത്, ഭൂരിപക്ഷം കിട്ടിയത്. നരേന്ദ്രമോദിയെ കേരളത്തിലെ ജനങ്ങളും സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ചങ്കുറപ്പുള്ള നിലപാടും നട്ടലുള്ള തീരുമാനങ്ങളും ഉള്ളത് കൊണ്ടാണ്. അവിടെ അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന നിലപാട് RSSകാർക്കില്ല. അവിടെ നരേന്ദ്രമോദിയെ മാറ്റി നിർത്തി നിങ്ങളൊന്ന് ഇലക്ഷനിൽ മത്സരിക്കൂ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി സന്ദീപ് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിയാൽ BJPക്കോ RSSനോ ഇന്ത്യയിൽ സ്ഥാനമില്ല എന്നൊരു വാചകം കൂടി അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ഉദ്ദേശം കൂടി, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അദ്ദേഹം അർത്ഥമാക്കുന്നത് അങ്ങനെ കൂടിയാണ്. പക്ഷേ 1000 മോദിമാരെ സൃഷ്ടിക്കാൻ കഴിവുള്ള പ്രസ്ഥാനമാണ് RSS എന്ന് സന്ദീപ് വാര്യരോട് ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. പക്ഷേ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നതാണ്. RSS വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോ സ്വയം സേവകനെയും സൃഷ്ടിച്ച് ആരൊക്കെ എവിടെയൊക്കെ ഭരിക്കണം, എപ്പോഴൊക്കെ ഭരിക്കണമെന്ന് കൃത്യമായി തീരുമാനിച്ച് ഓരോ സംസ്ഥാനത്തിൻ്റെയും മുഖ്യമന്ത്രിമാരെ, പ്രഭാരിമാരെ ഒക്കെ നിയമിച്ചുകൊണ്ട് അവിടെ ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാരെ നിയമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത്. ഈ അടുത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് തോന്നുന്നു മധ്യപ്രദേശിൽ തന്നെ മധ്യപ്രദേശിൽ ഇലക്ഷൻ നടന്ന സമയത്ത് അവിടെ BJP അധികാരത്തിൽ വന്ന സമയത്ത് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു മാർജിൻ ഉൾക്കൊണ്ടുകൊണ്ട് BJP അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് BJP അവിടെ ഇലക്ഷനിൽ വിജയിച്ചു. അതുപോലെ മറ്റൊരു സംസ്ഥാനത്ത് ഇപ്പോൾ ഹരിയാന ഉൾപ്പെടെയുള്ള പല സംസ്ഥാനത്തും ഇലക്ഷൻ നടന്ന സമയത്ത് അവിടെ അതിന് തൊട്ട് മുമ്പ്, ഇലക്ഷൻ നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയുടെ പെർഫോമൻസ് ശരിയല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയെ സിമ്പിളായി മാറ്റി വെച്ചുകൊണ്ട് വേറൊരു നേതാവിനെ പ്രതിഷ്ഠിച്ച് ആ ഭരണം ഒരു 4-5 മാസം കൊണ്ട് നല്ല ഭരണം കാഴ്ചവെച്ച് വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന RSSന്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമുണ്ട്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ നേതാവ് രാജിവെച്ച് വേറൊരു പാർട്ടിയിലേക്ക് പോവുകയോ കലാപക്കൊടി ഉയർത്തുകയോ ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാ സംസ്ഥാനത്തും മാറ്റിയ ഒരൊറ്റ നേതാവ് പോലും കലാപക്കൊടി ഉയർത്താതെ മറ്റു പാർട്ടികളിലേക്ക് പോകാതെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുത്തു എന്നുള്ളത് RSS എന്ന് പറയുന്ന സംഘടനയുടെ ഏറ്റവും വലിയ കഴിവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള RSS അമിത്ഷായെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, നരേന്ദ്രമോദിയെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ യോഗിയെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ തേജസ്വി സൂര്യ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാരെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി പോയാൽ എന്താണ് കടുക്കനിട്ടവൻ, എന്തോ ഒരു ചൊല്ലുണ്ട്, കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട്, എന്തായാലും ചൊല്ലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ആ രീതിയിൽ RSS പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇത്തരം വാചക കസരത്തുകളൊന്നും സന്ദീപ് വാര്യർ നടത്തിയത് കൊണ്ട് സ്വയം തന്നെ കണ്ണാടിയിൽ നോക്കി ചിരിക്കുകയോ അല്ലെങ്കിൽ മേലോട്ട് തുപ്പുകയോ ഒക്കെ ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പൊ കൊടപ്പനക്കൽ തറവാട്ടിൽ അദ്ദേഹം പോയി മുസ്ലിം ലീഗുകാരെയൊക്കെ കണ്ട് ലീഗ് മാറാട് കലാപത്തെ
കുറിച്ചൊന്നും സന്ദീപ് വാര്യർ മറന്നിട്ടില്ല എന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. അതെ, ഇന്ന് രാവിലെ പോകുന്നതിന് മുമ്പ് അതൊക്കെ മറന്നിട്ടായിരിക്കും പോയിട്ടുണ്ടാകും. പക്ഷേ മുസ്ലിം ലീഗുമായിട്ട് എല്ലാവർക്കും സൗഹൃദമുണ്ട്. മുസ്ലിം ലീഗ് ഒരു ഭീകരവാദ പ്രസ്ഥാനമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ആത്മവഞ്ചന ചെയ്തുകൊണ്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ലീഗിന്റെ നേതാക്കന്മാരെ പോയി കെട്ടിപ്പിടിക്കുമ്പോൾ വ്യക്തിബന്ധം വെച്ചോളൂ, നിങ്ങൾ എത്ര വേണമെങ്കിലും വ്യക്തിബന്ധം വെച്ചോളൂ. പക്ഷേ രാഷ്ട്രീയപരമായ എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയി നിൽക്കുന്ന സമയത്ത് ഒന്നിന് പോലും ഇങ്ങനെ പറ്റില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന നേതാവ് മറ്റൊരു പാർട്ടിയിൽ ഉണ്ടാവാതിരിക്കണം. പിന്നെ സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആളുകൾ പാർട്ടി മാറിയിട്ടില്ല എന്ന് ചോദിച്ചാൽ, സന്ദീപ് വാര്യർക്ക് അത്രയും പ്രാധാന്യം BJP അണികളും BJPയും അതുപോലെ തന്നെ ഇവിടുത്തെ കുറെ നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ വിചാരണ ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും.